Welcome to Singularis. Hello friends, welcome to Singularis Software Technologies official YouTube channel. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ 4 ഓപ്പറേറ്റേഴ്സ് നോക്കിയിരുന്നു. പിന്നെ അടുത്ത ഓപ്പറേറ്റേഴ്സ് നോക്കി. ബിറ്റ്വൈസ് ഓപ്പറേറ്റർ. ബിറ്റ്വൈസ് ഓപ്പറേറ്റർ എന്തിനാ യൂസ് ചെയ്യുന്നത്? ബൈനറി നമ്പേഴ്സിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിറ്റ്വൈസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ 15 വരെയുള്ള ബൈനറി നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാം, നമുക്ക് ഓരോ പൊസിഷൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകും തോറും ഓരോ പൊസിഷനും ഓരോ നമ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പൊസിഷന് കൊടുത്തിരിക്കുന്ന നമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ആണ്. സെക്കൻഡ് പൊസിഷന് 2, തേർഡ് പൊസിഷന് 4, ഫോർത്ത് പൊസിഷന് 8. ഇതേപോലെ പൊസിഷൻ മാറും തോറും അത് ഡബിൾ ചെയ്തിട്ടാണ് നമ്പർ പോകുന്നത്. നമുക്ക് റാൻഡം ആയിട്ടുള്ള കുറച്ച് നമ്പേഴ്സ് നോക്കാം. ഇവിടെ ഇപ്പൊ ഞാൻ 3ന്റെ നമ്പേഴ്സിനകത്ത് നോക്കുമ്പോൾ 3ൽ ഫസ്റ്റ് ബിറ്റും സെക്കൻഡ് ബിറ്റും 1 ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ബിറ്റിൽ 1 വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, 1 എന്നുള്ള നമ്പർ കൊടുക്കാം. സെക്കൻഡ് ബിറ്റിൽ 1 വന്നിട്ടുണ്ടെങ്കിൽ 2 കൊടുക്കാം. അപ്പൊ 2 + 1 എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. പിന്നെ അതേപോലെ റാൻഡം ആയിട്ടൊരു 11 ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ 11ലെ ഫസ്റ്റ് ബിറ്റിലും സെക്കൻഡ് ബിറ്റിലും ഫോർത്ത് ബിറ്റിലും 1 ഉണ്ട്. അപ്പൊ ഫോർത്ത് ബിറ്റിൽ നമ്പർ റിപ്രസെന്റ് ചെയ്യുന്നത് 8, സെക്കൻഡ് ബിറ്റിൽ 2, ഫസ്റ്റ് ബിറ്റിൽ 1 ആണ്. അപ്പൊ 8 + 2 + 1 എന്ന് പറയുന്നത് 11 തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ബൈനറി നമ്പർ ആഡ് ചെയ്ത് എടുക്കുന്നത്. ഒരു ബൈനറി നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് നമ്പറിനെയാണ് റിപ്രസെന്റ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇന്നത്തെ ഓരോന്നായിട്ട് പഠിക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ആൻഡ് ഓപ്പറേഷൻ ആണ്. ആൻഡിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ആൻഡിന്റെ ആംപർസാൻഡ് സിമ്പിൾ ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാണാം, സെറ്റ് ഈച്ച് ബിറ്റ് ടു 1 ഇഫ് ബോത്ത് ബിറ്റ്സ് ആർ 1. രണ്ട് ബിറ്റും 1 ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, 1 എന്നുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം എന്തായിരിക്കും, 0 ആയിരിക്കും. നമുക്ക് ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. a = 10 കൊടുക്കാം, b = 12 കൊടുക്കാം. നമ്മൾ എക്കും ബിക്കും വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പ്രിന്റ് ചെയ്യേണ്ടത് a ആൻഡ് b ആണ്. ഇനി ഇതെങ്ങനെയാണ് റിട്ടേൺ ചെയ്ത് വരണേന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി പുതിയൊരു സെല്ലിൽ നമുക്ക് 10നെ റിപ്രസെന്റ് ചെയ്യുന്ന ബൈനറി നമ്പർ എടുക്കാം. 1010 ആണ് 10നെ റിപ്രസെന്റ് ചെയ്തത്. 1010. ഇനി ആൻഡ് സിമ്പിൾ കൊടുക്കാണ്. അത് കഴിഞ്ഞ് 12നെ റിപ്രസെന്റ് ചെയ്തത് 110 ആണ്. 1100. ഓക്കെ, ഇതാണ് 12നെ റിപ്രസെന്റ് ചെയ്യുന്ന നമ്പർ. നമ്മൾ ആൻഡ് ഓപ്പറേഷൻ ചെയ്യുവാണെങ്കിൽ എങ്ങനെയാ വരിക? നമ്മൾ റൈറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ റൈറ്റ് പൊസിഷൻ ആണ് എടുക്കുന്നെങ്കിൽ ആദ്യം നോക്കാം, ഇവിടെ 00 എന്ന് പറയുന്നത് എന്താണ്? 0 തന്നെയാണ്. നമുക്കറിയാം 00 എന്ന് പറയുന്നത് 0 തന്നെയാണ്. ഇനി നെക്സ്റ്റ് പൊസിഷനിൽ 10 എന്ന് പറയുന്നത് എന്താണ്? 100 തന്നെയാണ്. ഇനി അടുത്ത പൊസിഷൻ എന്താ? 01 ആണ്. അപ്പൊ 01 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. ഇനി ലാസ്റ്റ് വരുന്നത് 11 ആണ്. അപ്പൊ 11 എന്ന് പറയുന്നത് എന്താണ്? 1 തന്നെയാണ്. അപ്പൊ നമ്മൾ 1 കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ പഠിച്ച മെത്തേഡിനകത്ത് ഈ ഒരു നമ്പർ എന്തിനായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്? ഈ ഒരു ബൈനറി നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് നമ്പറിനെ ആയിരിക്കും? ഇവിടെ ഫോർത്ത് പൊസിഷനിലാണ് ഒരു 1 ഉള്ളത്. അപ്പൊ ഫോർത്ത് പൊസിഷനിൽ 1 വരുമ്പോ അതിനെ റിപ്രസെന്റ് ചെയ്യുന്ന നമ്പർ എത്രയാണ്? 8 ആണ്. അപ്പൊ നമ്മൾക്ക് കിട്ടേണ്ട നമ്പർ 8 ആണ്. അപ്പൊ നമുക്ക് ഈ ഓപ്പറേഷൻ ഒന്ന് ചെയ്ത് നോക്കാം. എയിൽ 10 അസൈൻ ചെയ്തു, ബിയിൽ 12 അസൈൻ ചെയ്ത് എ ആൻഡ് ബി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ 8 ആണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഓർ നോക്കാം. ഓറിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ് ബാർ സിമ്പിൾ. ബാർ സിമ്പിളിനകത്ത് നമ്മൾക്ക് എയും ബിയും ഒക്കെ കൊടുത്തിട്ട് ചെയ്ത് നോക്കാം. ഇവിടെ സെറ്റ് ഈച്ച് ബിറ്റ് ടു 1 ഇഫ് വൺ ഓഫ് ദ ബിറ്റ് ഈസ് 1. ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു ബിറ്റ് 1 ആയാൽ എന്ത് ചെയ്യും, റിസൾട്ട് കിട്ടുന്നത് 1 ആയിട്ടായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എടുത്ത സെയിം കാര്യം തന്നെയാണ് എടുക്കുന്നത്. ഇവിടെ നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കാം. പ്രിന്റ് എ, ഓറിന് നമ്മൾ ബാർ സിമ്പിൾ യൂസ് ചെയ്യുക, ബി കൊടുക്കാം. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കണേ നമുക്ക് നോക്കാം. അടുത്തൊരു സെല്ലിനകത്ത് ഓപ്പൺ ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബാർ ആയിരിക്കും. അപ്പൊ നമ്മൾക്ക് ഇവിടെ എന്തായിരിക്കും വരിക? 00. നമ്മൾ റൈറ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 00 എന്ന് പറയുന്നത് എന്താണ്? 0 തന്നെയാണ്. ഇനി 10 എന്ന് പറയുന്നത് എന്താണ്? 101 ആണ്. ഇനി 01 എന്ന് പറയുന്നതും എന്ത് തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്? 1 തന്നെയാണ്. ഇനി 11 എന്ന് പറയുന്നത് എന്താ? 1 തന്നെയാണ്. അപ്പൊ നമുക്ക് കിട്ടേണ്ട ആൻസർ എത്രയാണ്?
1 ആണ് ആൻസർ കിട്ടാൻ. ഈ ബൈനറി നമ്പർ റിപ്രസെന്റ് ചെയ്യുന്നത് ഏത് നമ്പറിനെ ആയിരിക്കും? ഇപ്പൊ 4th പൊസിഷനിൽ 8 ആണ്, 3rd പൊസിഷനിൽ 4 ആണ്, 2nd പൊസിഷനിൽ 2 ആണ്. അപ്പൊ 8 + 4 എന്ന് പറയുമ്പോൾ എത്ര കിട്ടുക? 12. 12 + 2 എന്ന് പറയുന്നത് 14. അപ്പൊ നമുക്ക് കിട്ടേണ്ട ആൻസർ 14 ആണ്. അത് തന്നെയാണോ കിട്ടിയത്? നമുക്ക് ചെക്ക് ചെയ്യാം. അത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ബാക്കിൽ നടക്കുന്ന വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ആൻഡ് ഓപ്പറേഷനും ഓർ ഓപ്പറേഷനും. ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളത് നോക്കാം. എക്സോർ. എക്സോർ നമ്മൾ യൂസ് ചെയ്യുന്നത് സർക്കംഫ്ലെക്സ് സിമ്പിൾ ആണ്. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ബിറ്റ് 1 ആണെങ്കിൽ മാത്രമേ റിട്ടേൺ ചെയ്ത് 1 വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം 0 ആയിരിക്കും. ഇപ്പൊ 2 0 ആണ് കൊടുക്കുന്നതെങ്കിൽ 0 തന്നെ ആയിരിക്കും. 2 1 കൊടുത്താലും 0 ആയിരിക്കും. ഏതെങ്കിലും ഒരു ബിറ്റ് 1 ആണെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്ത് വന്നത് 1 ആയിരിക്കും. പിന്നെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇത് തന്നെ എടുക്കാം കേട്ടോ. A = 10 ഉം B = 12 എന്നും കൊടുത്തു. പ്രിന്റ് A XOR D. അപ്പൊ എന്തായിരിക്കും ആൻസർ വന്നേന്ന് നോക്കാം. ഞാൻ ബിയില് ഈ ഒരു എക്സാമ്പിൾ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ എക്സോറിന്റെ സിമ്പിൾ കൊടുക്കാം. ഓക്കെ, എക്സോറിന്റെ കേസിലാണെങ്കിൽ 0 0 എന്ന് പറയുന്നത് എന്താ? 0 തന്നെയാണ്. 1 0 എന്ന് പറയുന്നത് എന്താ? 1 ആണ്. അടുത്തത് നമുക്ക് 0 1 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. ലാസ്റ്റ് നമുക്ക് 1 1 എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ നമുക്ക് കിട്ടേണ്ട ആൻസർ എത്രയായിരിക്കും? 0 1 1 0നെ റിപ്രസെന്റ് ചെയ്യുന്ന ഒരു നമ്പർ ആയിരിക്കും. ഇപ്പൊ 3rd പൊസിഷനകത്തും 2nd പൊസിഷനകത്തും എന്തുണ്ട്? 1 വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ റിപ്രസെന്റ് ചെയ്യുന്ന നമ്പർ ഒന്ന് 4 ഒന്ന് 2 ആണ്. അപ്പൊ 4 + 2 എന്ന് പറയുന്നത് എത്ര കിട്ടുക? 6 ആണ്. അപ്പൊ A XOR Bനകത്ത് ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ട ആൻസർ എന്താണ്? ഇതാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോട്ട് ഫംഗ്ഷൻ നോക്കാം. നോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവേർട്സ് ചെയ്യുന്നതിനാണ് നോട്ട് ഫംഗ്ഷൻ കൊടുക്കുന്നത്. ഇപ്പൊ 0 ആയിട്ടുള്ള ബിറ്റ് ആണെങ്കിൽ അതിനെ 1 ആക്കി മാറ്റും. 1 ആണെങ്കിൽ അതിനെ എന്താക്കി മാറ്റും? 0 ആക്കി മാറ്റും. ഇനി നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. A = ഒരു 11 കൊടുത്തെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി പ്രിന്റ് നോട്ട് ഓഫ് എ. നോട്ട് കൊടുക്കുക. നോട്ടിന് നമ്മൾ ടിൽഡെ ഫംഗ്ഷൻ, ടിൽഡെ എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് എ കൊടുക്കുന്നു. അപ്പൊ റിട്ടേൺ ചെയ്ത് വരുന്നത് ഈ ഒരു നമ്പർ പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് അതിനോട് 1 ആഡ് ചെയ്ത് സൈൻ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും റിട്ടേൺ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്നത് ഒരു -12 ആയിരിക്കും. ഇനി നെഗറ്റീവ് നമ്പർ ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്, ഇപ്പൊ B = -13 ആണ് കൊടുക്കണമെന്ന് വിചാരിക്കാം. പ്രിന്റ് ടിൽഡെ ഫംഗ്ഷൻ, ടിൽഡെ സിമ്പിൾ ആണ് കൊടുക്കുന്നത്. ടിൽഡെ സിമ്പിൾ കൊടുത്തിട്ട് നമ്മൾ B പ്രിന്റ് ചെയ്യിപ്പിക്കാൻ പോവാണ്. അപ്പം നോട്ട് B എന്നാണ് ഇതിനെ വായിക്കുക. നോട്ട് B വരുമ്പോൾ എന്തായിരിക്കും വരുന്നത്? ഈ നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് ഇതിൽ നിന്ന് 1 മൈനസ് ചെയ്യണം. ആദ്യം ഇതിനെ പോസിറ്റീവ് നമ്പർ ആക്കിയിട്ട് 1 മൈനസ് ചെയ്തിട്ടുള്ള ആൻസർ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പൊ എന്തായിരിക്കും വരുന്നത്? 12 ആയിരിക്കും ആൻസർ കിട്ടുക. അപ്പൊ 11 ചെയ്തിട്ടുണ്ടെങ്കിൽ -12ഉം മൈനസ് ആയിട്ടുള്ള വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ 1 കുറച്ചിട്ടും അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും റിട്ടേൺ ചെയ്ത് വരുന്നത്. ഇതാണ് നോട്ട് ഫംഗ്ഷൻ പറയുന്നത് കേട്ടോ. ഇതാണ് നോട്ട് ഓപ്പറേറ്റർ. അപ്പൊ നമുക്ക് നോക്കാൻ പോകുന്നത് ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ് ആണ്. ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ് എന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഒബ്ജക്റ്റ് ഈക്വൽ ആണെന്നുണ്ടെങ്കിലും മെമ്മറി ലൊക്കേഷൻ ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഫോൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്ത് വരുന്നത്. രണ്ട് ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്, ഈസും ഈസ് നോട്ടും. ഈസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം സെയിം ഒബ്ജക്റ്റ് ആണ്, സെയിം മെമ്മറി ലൊക്കേഷൻ ആണെങ്കിൽ നമുക്ക് ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഫോൾസ് ആയിരിക്കും വരുന്നത്. ഈസ് നോട്ടിന്റെ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. മെമ്മറി ലൊക്കേഷനും ഒബ്ജക്റ്റും ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ ട്രൂ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഫോൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്ത് വരിക. നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ എക്സിനകത്തേക്ക് ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ വൈനകത്തേക്കും അടുത്ത വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ സെയിം തന്നെയാണോ കൊടുക്കുന്നത്? കൊടുത്തു. ഇവിടെ നമുക്ക് ഒബ്ജക്റ്റ് സെയിം ആണ്. ഇനി നമ്മൾ പക്ഷെ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ പോവാണ്.
പ്രിന്റ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കാൻ പോകുന്നത് പ്രിന്റ് എക്സ് ഈസ് വൈ എന്നാണ്. പക്ഷെ ഇവിടെ എക്സിലും വൈയിലും ഉള്ള ഒബ്ജക്ട്സ് എല്ലാം സെയിം ആണെങ്കിലും മെമ്മറി ലൊക്കേഷൻ ഡിഫറെന്റ് ആയതുകൊണ്ട് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് ഫോൾസ് ആയിരിക്കും. ഇനി നമുക്ക് ആ ഒരു എക്സിനെ വേറൊരു വേരിയബിളിനകത്തേക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. എക്സ് എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷന് നമുക്ക് വേറൊരു വേരിയബിൾ അസൈൻ ചെയ്തിട്ട് സെയിം കാര്യം നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രിന്റ് എക്സ് ഈസ് ഇസഡ് എന്ന് ചോദിക്കാന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ് എന്ന് പറയുന്നതിന്റെ മെമ്മറി ലൊക്കേഷൻ അങ്ങനെ തന്നെ ഇവിടെ വന്നിട്ടുണ്ടാവും, ഇസഡിനകത്തോട്ട് വന്നിട്ടുണ്ടാവും. കാരണം നമ്മൾ ഡയറക്ട്ലി അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്നത് ട്രൂ എന്നുള്ള വാല്യൂ ആയിരിക്കും. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഈസ് നോട്ടിൽ സംഭവിക്കും. ഒബ്ജക്ട്സ് എല്ലാം ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ട്രൂ ആയിരിക്കും വരുന്നത്. ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഫോൾസ് വരും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പൊ ഈ സെയിം എക്സാമ്പിൾ എടുത്തിട്ട് തന്നെ ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ ഈസ് നോട്ട് എന്നാണ് കൊടുക്കുക. ഈസ് നോട്ട് വൈ കൊടുക്കുന്നു. അപ്പൊ നമുക്കിവിടെ റിട്ടേൺ ചെയ്ത് വരുന്നത് ട്രൂ എന്നായിരിക്കും. കാരണം അതിനകത്ത് മെമ്മറി ലൊക്കേഷൻ എന്താണ്? ഡിഫറെന്റ് ആണ്. അപ്പൊ ഈസ് നോട്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ വൈന് വേറൊരു വേരിയബിളിനകത്തേക്ക് അസൈൻ ചെയ്യാം. അപ്പം എ ഇസ് ഇക്വൽ ടു വൈ എന്ന് കൊടുക്കാണ്. അപ്പൊ എയിനകത്തേക്ക് വൈയുടെ ലൊക്കേഷനും എല്ലാം നമ്മൾ എന്ത് ചെയ്തു? അസൈൻ ചെയ്ത് കൊടുത്തു. ഇനി പ്രിന്റ് എ ഈസ് നോട്ട് വൈ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്ത് വരുന്നത് ഫോൾസ് ആയിരിക്കും. കാരണം എന്താണ്? ഇവിടെ നമ്മൾക്ക് വന്നിട്ടുള്ളത് എ അസൈൻ ചെയ്താണ് വന്നിട്ടുള്ളത്. ശരിക്കും ഇത് ഈക്വൽ അല്ലാതെ അല്ല. ഇതിനകത്ത് എയിലേക്ക് വൈയുടെ ലൊക്കേഷനും ഒബ്ജക്ട്സ് എല്ലാം അതേപോലെ അസൈൻ ചെയ്ത് കൊടുത്തോണ്ട് അത് ഈസ് ആണ്. എ ഈസ് വൈ ആണ്. അപ്പൊ എ ഈസ് നോട്ട് വൈ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഫോൾസ് ആയിട്ട് മാറും. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കുന്നത് മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് ആണ്. മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സിനകത്ത് എന്താണ്? ഒരു സീക്വൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സീക്വൻസ് ആ ഒരു ഒബ്ജക്റ്റിനകത്ത് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യും. അപ്പൊ നമുക്ക് നോക്കാം. അതിനകത്ത് ഇന്നും നോട്ടിനും ആണ് രണ്ട് ഫങ്ഷൻസ് വരുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഇന്ന് നോക്കാം. ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു വാല്യൂ കൊടുത്തിട്ട് ഇപ്പം ഈ ഒരു എക്സിന്റെ വാല്യൂ തന്നെ നമുക്ക് എടുക്കാം. പ്രിന്റ് ചെയ്യിപ്പിക്കാൻ പോണ്. പ്രിന്റ് 10 ഇൻ എക്സ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്ത് വരുന്ന എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. കാരണം 10 എന്ന് പറയുന്ന ഒരു സീക്വൻസ് അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിനകത്ത് ഉണ്ട്. 10 എന്ന് പറയുന്ന നമ്പർ ആ ഒരു ഒബ്ജക്റ്റിനകത്ത് ഉണ്ട്. ഇനി ഇല്ലാത്ത കാര്യമാണോ എന്ന് ചോദിക്കുന്നെങ്കിലോ പ്രിന്റ് 100 ഇൻ എക്സ് എന്ന് ചോദിച്ചാലോ നമുക്ക് വരുന്നത് ഫോൾസ് ആയിരിക്കും. ഓക്കെ. ഇനി നോട്ട് ഇന്നിന്റെ കേസിൽ സെയിം തന്നെയാണ്. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അത് വർക്ക് ചെയ്യുന്നത്. നമുക്കിവിടെ നോട്ട് ഇൻ എന്നുള്ളത് കൊടുക്കാം. 10 നോട്ട് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. 10 ഓൾറെഡി അതിനകത്തുണ്ട്. അപ്പൊ നമുക്ക് റിട്ടേൺ ചെയ്യുന്ന എന്തായിരിക്കും? ഫോൾസ് എന്നായിരിക്കും. ഇനി ഇതാണ് ചോദിക്കുന്നെങ്കിലോ 100 നോട്ട് ഇൻ എക്സ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ട്രൂ ആണ്. കാരണം ആ എക്സ് എന്ന് പറയുന്നതിനകത്ത് 100 ഇല്ല. ട്രൂ ആയിരിക്കും. റിട്ടേൺ ചെയ്ത് വരാം. ഇത്രയാണ് നമുക്ക് ഓപ്പറേറ്റേഴ്സ് പഠിക്കാനുള്ളത്. ഇനി കുറച്ചും കൂടെ ബേസിക് ആയിട്ടുള്ള വേറെ കാര്യങ്ങളും കൂടെ നോക്കാം. നമ്മൾക്ക് വേരിയബിൾസ് ഉണ്ട്. വേരിയബിൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടാണ് വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. ഡാറ്റ വാല്യൂസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ. അപ്പൊ നമ്മൾ അതിന് വേരിയബിൾസിന് ഓരോ നെയിം ഒക്കെ കൊടുത്തിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇനി മൾട്ടിപ്പിൾ വേർഡ് വേരിയബിൾ നെയിംസ് ഒക്കെ വരുന്ന ടൈമിൽ നമുക്കത് വായിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വായിക്കാനുള്ള ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ 3 കേസസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ കേസാണ് ക്യാമൽ കേസ്. ക്യാമൽ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു നെയിമിനെ ഇപ്പൊ മൈ വേരിയബിൾ നെയിം ഈസ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ. അപ്പൊ അതിനകത്ത് നമ്മൾ ആദ്യത്തെ വേർഡ് എല്ലാം സ്മോൾ ലെറ്റർ തന്നെയായിരിക്കും. പിന്നീട് വരുന്ന ഓരോ വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ എന്ത് ചെയ്യും? ാക്കി കൊടുക്കും. അങ്ങനെയായിരിക്കും നമ്മൾ ക്യാമൽ കേസിൽ യൂസ് ചെയ്യുന്നത്. ഇനി സ്നേക്ക് കേസിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ എല്ലാം സ്മോൾ ലെറ്റേഴ്സിൽ തന്നെയായിരിക്കും എഴുതിയിട്ടുണ്ടായിരിക്കുക. ഓരോ വേർഡിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? അണ്ടർസ്കോർ യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുന്നത്. മൂന്നാമത്തെ കേസാണ് പാസ്കൽ കേസ് എന്ന് പറയുന്നത്. പാസ്കൽ കേസിനകത്ത് എല്ലാ വേർഡിന്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കുക. ഇതാണ് മൾട്ടിപ്പിൾ വേർഡ് വേരിയബിൾ നെയിംസ് റീഡബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള 3 കേസസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കളക്ഷൻ ഓഫ് ഡാറ്റ ടൈപ്സ് ആണ്. നമുക്ക് പലതരത്തിലുള്ള ഡാറ്റ ടൈപ്സ് അവൈലബിൾ ആണ്. അതിന് ന്യൂമറിക് ടൈപ്പ് എന്ന് പറയുന്നത് ഇന്റിജർ, ഫ്ലോട്ട് ഇതെല്ലാം ന്യൂമറിക് ആണ്. ടെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രിംഗ് ആണ്. സീക്വൻസ് ടൈപ്പിനകത്ത് വരുന്നത് ലിസ്റ്റ്, ടപ്പിൾ, റേഞ്ച് ഇതെല്ലാമാണ്.
പിന്നെ മാപ്പിംഗ് എന്ന് പറയുന്നത് ഡിക്ഷണറി ആണ്. സെറ്റ് ടൈപ്പിനകത്ത് വരുന്നത് സെറ്റ്, ഫ്രോസൺ സെറ്റ്, ഇതെല്ലാം സെറ്റ് ടൈപ്പിൽ വരുന്നതാണ്. ബൂൾ ടൈപ്പ് എന്ന് പറയുന്നത് ബൂൾ ആണ്, എന്ന് വെച്ചാൽ ട്രൂവും ഫോൾസ് ഒക്കെ വരുന്നത് ബൂൾ ടൈപ്പ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് മെയിൻ ആയിട്ട് വരുന്ന ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് തന്നിട്ടുള്ള ഒരു വേരിയബിളിനകത്തേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കാം. എന്നിട്ട് ആ വാല്യൂ ഏത് തരം ഡാറ്റ ടൈപ്പ് ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ യൂസ് ചെയ്യുന്നത്? ടൈപ്പ് ഓഫ് വേരിയബിൾ നെയിം ആണ് കൊടുക്കുന്നത്. അതിന്റെ സിന്റാക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. ഇപ്പൊ ഞാൻ എ എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തേക്ക് 10 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തു. ഇനി ഈ 10 എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആണ്, മീൻസ് ഡാറ്റ ടൈപ്പ് ഏതാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? പ്രിന്റ് ടൈപ്പ് ഓഫ്, ആ വേരിയബിളിന്റെ പേര് എന്താണ്? 10 അസൈൻ ചെയ്തിട്ടുള്ള വേരിയബിളിന്റെ പേര് എ ആണ്. അപ്പൊ നമ്മൾ എ കൊടുക്കുന്നു, റൺ ചെയ്യുന്നു. അപ്പൊ ആ ഒരു 10 എന്ന് പറയുന്നത് ഏത് ക്ലാസ്സിലാണ് പെടുന്നത്? ഇന്റ് എന്ന് പറഞ്ഞതിലാണ് പെടുന്നത്. അപ്പൊ അതിന്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇന്റിജർ ആണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ബി ഈസ് ഈക്വൽ ടു 12.5 കൊടുത്തു, പ്രിന്റ് ടൈപ്പ് ഓഫ് ബി. ഇവിടുത്തെ വേരിയബിളിന്റെ പേര് ബി എന്നാണ്. അപ്പൊ ബി എന്ന് കൊടുത്തു. അപ്പൊ ഇതിന്റെ ടൈപ്പ് കിട്ടുന്ന എന്താണ്? ഫ്ലോട്ട് ആണ്. ഇനി അടുത്ത ഒരു സ്ട്രിങ്ങിന്റെ പേര് കൊടുത്തു നോക്കാം, സ്ട്രിങ് കിട്ടാൻ നോക്കാം. സി ഈസ് ഈക്വൽ ടു, സ്ട്രിങ് എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് കോട്സിന്റെ അകത്തായിരിക്കും. അതിനകത്തേക്ക് ഞാൻ സിംഗുലാരിസ് എന്ന് കൊടുക്കാണ്. ഇനി സിയുടെ ടൈപ്പ് ഒന്ന് ഗെറ്റ് ചെയ്യാം. പ്രിന്റ് ടൈപ്പ് ഓഫ് സി, സ്ട്രിങ് എന്ന് കിട്ടി. ഇതേപോലെ നമ്മൾക്ക് ഏത് വേരിയബിൾ നെയിം വെച്ചിട്ട് വേണമെങ്കിലും അതിന്റെ ടൈപ്പ് എന്ത് ചെയ്യാൻ പറ്റും? ഗെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ തന്നിരിക്കുന്ന വാല്യൂ എന്താണെന്ന് ആദ്യം നോക്കിയിട്ട് ആ വാല്യൂവിന്റെ ടൈപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന്റെ വേരിയബിൾ നെയിം വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. അപ്പൊ അതിന്റെ സിന്റാക്സ് ആണ് പ്രിന്റ് ടൈപ്പ് ഓഫ് വേരിയബിൾ നെയിം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കാസ്റ്റിംഗ് ആണ്. കാസ്റ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡാറ്റ ടൈപ്പിൽ നിന്ന് മറ്റൊരു ഡാറ്റ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, സ്ട്രിങ്ങിന്ന് ഇന്റിജർ ആക്കാനോ, അല്ലെങ്കിൽ ഇന്റിജറിന് ഫ്ലോട്ടിലോട്ട് ആക്കാനോ, ഫ്ലോട്ടിന് ഇന്റിജറിലാക്കാനോ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കാസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ എ ഈസ് ഈക്വൽ ടു 15 എന്ന് കൊടുത്തു. ഇതിപ്പോ നിൽക്കുന്നത് ഇന്റിജറിലാണ്, ഇന്റിജർ എന്നാണ് നിൽക്കുന്നത്. ഇനി ഇതിന് ടൈപ്പ് മാറ്റാൻ പോവാണ്. ബി ഈസ് ഈക്വൽ ടു str ഓഫ് എ എന്ന് കൊടുക്കാണ്. അപ്പൊ ഇതിന്റെ സിന്റാക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറൊരു വേരിയബിളിനകത്തേക്ക് അതിന്റെ ടൈപ്പ് മാറ്റി കൊടുക്കാണ് കേട്ടോ, അസൈൻ ചെയ്ത് കൊടുക്കാണ്. അപ്പൊ എ എന്ന് പറയുന്നത് ഓൾറെഡി 15 എന്ന് പറയുന്നത് ഇന്റിജർ ആണ്. അതിന് നമ്മൾ എന്താക്കാണ്? സ്ട്രിങ് ആക്കി കൊടുക്കാണ്. ഇനി ബി ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ബി, അതുകൂടാതെ തന്നെ ബിയുടെ ടൈപ്പും കൂടെ നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം വരുന്നത് ബിന്റെ വാല്യൂ ആയിരിക്കും. അപ്പൊ വരുന്നത് എന്തായിട്ടായിരിക്കും? സ്ട്രിങ് ആയിട്ടായിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് വരുന്നത്. അപ്പൊ ഇത് ഓൾറെഡി എന്തായിരുന്നു? ഇന്റിജർ ആയിരുന്നു. നമുക്ക് ഇവിടെ പ്രിന്റ് ടൈപ്പ് ഓഫ് എ കൊടുത്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അത്. ഓക്കെ, ആദ്യം എയുടെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇന്റിജർ ആയിരുന്നു. അത് നമ്മൾ കൺവേർട്ട് ചെയ്ത് സ്ട്രിങ്ങിലോട്ട് മാറ്റി. അപ്പൊ ടൈപ്പ് ബി എന്ന് പറയുന്നത് ഇപ്പൊ എന്തായിട്ട് മാറി? സ്ട്രിങ് ആയിട്ട് മാറി. ഇനി അതേപോലെ തന്നെ നമുക്ക് ഫ്ലോട്ടിലോട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പം സി ഈസ് ഈക്വൽ ടു 12.5 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം? അടുത്തത് ഇന്റിജറിനകത്തോട്ട് കൺവേർട്ട് ചെയ്യണം എന്ന് വിചാരിക്കാം. ഫ്ലോട്ടിംഗ് നമ്പർ ആണിത്. ഇന്റിജറിനകത്തോട്ട് കൺവേർട്ട് ചെയ്യാൻ ഇന്റ് ഓഫ്, ഫ്ലോട്ടിംഗ് നമ്പർ കൊടുത്തിരിക്കുന്ന അസൈൻ ചെയ്തിരിക്കുന്ന വേരിയബിളിന്റെ പേര് സി എന്നാണ്. അപ്പൊ നമ്മൾ ഡി പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കാം. പ്രിന്റ് ഡി. ഇന്റിജറിലോട്ട് മാറ്റുന്ന ടൈമിൽ എന്ത് സംഭവിക്കും? ഫ്ലോട്ടിംഗ് നമ്പറിൽ ഈ ഡെസിമലിന് ശേഷമുള്ളത് റിമൂവ് ആയി പോയിട്ടുണ്ടാവും. ഇപ്പൊ ഡി എന്ന് പറയുന്നത് എന്ത് ഇതായി? ഇന്റിജർ ആയിട്ട് മാറും. ഇനി ഡി എന്ന് പറയുന്നതിന് നമുക്ക് ഫ്ലോട്ടിംഗ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്താൽ മതി? ഇപ്പം ഇവിടെ ഇ എന്ന് പറയുന്ന ഇ ഈസ് ഈക്വൽ ടു ഫ്ലോട്ട് ഓഫ് ഡി കൊടുക്കാം. ഡിയിൽ ഇപ്പോൾ ഉള്ളത് എന്താണ്? ഇന്റിജർ ആണ്. അപ്പൊ ഫ്ലോട്ട് ഓഫ് ഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രിന്റ് ഇ ചെയ്യിക്കുമ്പോ എന്താ വരുന്നത്? പ്രിന്റ് ഇ കൊടുത്തു. എന്തായിരിക്കും റിട്ടേൺ ചെയ്യാ? 12.0. ഫ്ലോട്ടിങ്ങിന് നമുക്കൊരു ഡെസിമൽ പോയിന്റ് ഉണ്ടാവും. അപ്പൊ അതും കൂടെ വന്നിട്ടായിരിക്കും ജോയിൻ ചെയ്തിട്ട് കിട്ടുന്നത്.
ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതേപോലെ നമുക്ക് കാസ്റ്റിംഗ് കൺസ്ട്രക്ടർ ഫംഗ്ഷൻസ് വെച്ചിട്ട് യൂസ് ചെയ്യാം. ഇന്റിജറിനകത്തോട്ട് മാറ്റണമെങ്കിൽ ഇന്റ് ഫംഗ്ഷൻ കൊടുക്കാം. സ്ട്രിങ്ങിലോട്ടാണെങ്കിൽ str കൊടുക്കാം. ഫ്ലോട്ടിലോട്ട് മാറ്റണമെങ്കിൽ ഫ്ലോട്ട് കൊടുക്കാം. ബൂളിയനകത്തോട്ട് മാറ്റാൻ ബൂളിയൻ കൊടുക്കാം. ഇതേപോലെ ഇനി നമ്മൾ മുന്നോട്ട് പഠിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് ലിസ്റ്റ്, ടപ്പിള്, സെറ്റ്, ഡിക്ഷണറി. ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇതെല്ലാം നമുക്ക് കാസ്റ്റിംഗിന് വേണ്ടി യൂസ് ചെയ്യാവുന്ന കൺസ്ട്രക്ടർ ഫംഗ്ഷൻസ് ആണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.